കണ്ണൂർ ഉളിക്കലിൽ യുവതിയെ ഭർത്താവ് വീട്ടിലിട്ട് പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്നുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. തുടർച്ചയായി 3 ദിവസം മർദ്ദിച്ചു. വയത്തൂർ സ്വദേശി അഖിൽ, ഭർത്തൃമാതാവ് അജിത എന്നിവർക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കഴുത്തിൽ ബെൽറ്റ് കൊണ്ട് മുറുക്കി ചെവിക്ക് ശക്തമായി അടിച്ചു എന്നും യുവതി പറയുന്നുണ്ട്. വാക്കുകളിലേക്ക് ആദ്യം. 3 ദിവസം ഞായറാഴ്ച വൈകുന്നേരം തുടങ്ങിയത്, 16 വൈകുന്നേരം തുടങ്ങിയത് 18 തീയതി ഉച്ച വരെ ഞാൻ എൻ്റെ മക്കളെ 3 ദിവസം കണ്ടിട്ടില്ല. എൻ്റെ മോൾ എന്തോ ഒരു ഇതിൽ അടുത്ത ദിവസം സ്കൂളിൽ പോയിട്ട് എങ്ങനെയാണ് സ്കൂളിൽ വിട്ടതെന്ന് കൂടെ എനിക്കറിയില്ല. സ്കൂളിൽ പോയിട്ട് ഒരു ടീച്ചർമാരെ കണ്ട് പറയുമ്പോൾ ഒരു കൂട്ടുകാരിനെ കണ്ട് പറഞ്ഞിട്ട് അവരെ വീട്ടുകാരാണ് എന്നെ ഈ രക്ഷിച്ചത്. അവർ PTA-ക്കാരോട് പറഞ്ഞ് പാരൻസ് മീറ്റിംഗ് എനിക്ക് നടുവയ്യടിക്കല്ലേ കാണാൻ ചെല്ലുമെന്ന് പറഞ്ഞിട്ട് കാണാൻ വരുന്ന രീതിയിൽ വന്നിട്ട് എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് എല്ലാവരും കാണിച്ചിട്ടാണ്. അന്ന് എൻ്റെ പോലീസുകാർ വന്നിട്ടുണ്ടായിന്, നാട്ടുകാരും വിളിച്ച് പറഞ്ഞിട്ട് ജോലിക്ക് പോവാണെന്ന് പറഞ്ഞ ഒരു യുവതീനെയാണ് ഇതുപോലെ കെട്ടിയിട്ട് മർദ്ദിച്ചേക്കുന്നത്. ജോലിക്ക് പോവാത്തവരെയാണ് കെട്ടിയിട്ട് മർദ്ദിക്കുന്നതെങ്കിൽ വേണ്ടില്ല. ജോലിക്ക് പോവാന്ന് പറഞ്ഞതിന് എന്തിനാണ് കെട്ടിയിട്ട് മർദ്ദിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. യഥാർത്ഥ കാരണം ഇത് തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ ഭർത്താവിൻ്റെ സംശയരോഗം ആവാം, അമ്മായിമ്മ പോരാവാം ഇതിനൊക്കെ പിന്നിൽ. അല്ലാണ്ട് ജോലിക്ക് പോവാണെന്ന് പറഞ്ഞ ഒരു കേസിൽ ഒരാളെ ഇതുപോലെ തല്ലൂന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്ത് കാരണം തന്നെയാണെങ്കിലും ഒരു യുവതിനെ ഇതുപോലെ കെട്ടിയിട്ട് തല്ലി അവരുടെ മക്കളൊക്കെ കാണാൻ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രോമ അവരുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയൊന്നും ദയവ് ചെയ്ത് ആരും ചെയ്യരുത് ആരോടും. നമുക്കൊരാളെ ഉപദ്രവിക്കാണ്ട് തന്നെ പല കാര്യങ്ങളും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു സ്ത്രീ കുറച്ച് നാളായിട്ട് ഈ ഭർത്താവിൻ്റെ വീട്ടിലില്ലായിരുന്നു. ഇപ്പോൾ ഈ അമ്മായച്ചന് എന്തോ അസുഖം വന്നതുകൊണ്ടാണ് വീണ്ടും ഈ ഭർത്തൃഗൃഹത്തിലോട്ട് ഇവർ തിരിച്ചു വന്നത്. അപ്പം നിരന്തരം ഇവർ ഇവിടെ നിന്നിരുന്ന ഈ അമ്മായിമ്മയും മോനും കൂടി ഈ ഒരു സ്ത്രീയെ കൊന്നു കളഞ്ഞാനെ. ഇനി കൊന്ന വാർത്തയായിരിക്കും നമുക്ക് കേൾക്കാനുണ്ടാവുക. അതും ചിലപ്പോൾ കൊന്നതായിട്ടല്ലായിരിക്കും, ആത്മഹത്യ ചെയ്ത പോലെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരെ കുഞ്ഞ് സ്കൂളിൽ പോയി പറഞ്ഞപ്പോഴാണ് നാട്ടുകാരും വീട്ടുകാരും ഇപ്പോൾ പത്രത്തിലൊക്കെ വന്നത്. എന്തായാലും ഈ ഒരു സംഭവം ഒറ്റയടിക്ക് ഉണ്ടായതല്ലായിരിക്കുമല്ലോ. കുറേ നാളുകളായിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഭർത്താവ് ഇത്തരക്കാരനാണെന്നും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ ഇത്രയും മോശപ്പെട്ട ആൾക്കാരാണെന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഈ സ്ത്രീ എന്തിനാണ് ഈ ഭർത്താവിൻ്റെ കൂടെ ഈ വീട്ടിലോട്ട് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെ എന്തെങ്കിലും സൂചന കിട്ടിക്കഴിഞ്ഞാൽ സ്ത്രീകൾ സ്വയം പര്യാപ്തത നേടുക, സ്വയം ജോലി കണ്ടെത്തി അവർ സ്വയം ജീവിക്കുക. അല്ലാണ്ട് ഭർത്താവിനെ കൂടാണ്ട് എനിക്ക് ജീവിക്കാനേ പറ്റില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കരുത്. അപ്പം നിങ്ങളുടെ ജീവനും പോകും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയും പോകും. ഈ വന്ന കാലത്ത് ഭാര്യയും ഭർത്താവും ഒക്കെ കൂടി ജോലിക്ക് പോയാലാണ് ജീവിതം എങ്ങനെയും തട്ടിയും മുട്ടിയും കഴിഞ്ഞു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് ജോലിക്ക് പോണ കാര്യം പറഞ്ഞിട്ട് ഇവിടെ തർക്കം. ജോലിക്ക് പോവാണ്ട് മടി പിടിച്ചിരിക്കുന്ന സ്ത്രീകളാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ തന്നെ തളച്ചു കുത്തിയിരിക്കണം, വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി ഒരു അടിമയെ പോലെ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ മാത്രം നോക്കിയിരിക്കണമെങ്കിൽ നിങ്ങൾ ഭർത്താക്കന്മാർ ഒരു കാര്യം ചെയ്യുക. 10,000-25,000 രൂപ ഭാര്യയ്ക്ക് പോക്കറ്റ് മണി ആയിട്ട് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അതിനകത്തായിട്ട് വരാൻ നിൽക്കരുത്. അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നടത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് കൊടുത്തേക്കാം. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ കെട്ടിയിട്. അപ്പോൾ ഒരു കുഴപ്പമില്ല. വീട്ടിൽ ഇതുപോലെ അങ്ങോട്ട് അടയിരുത്തിയേരെ. അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. ഭാര്യ ഹാപ്പി, നിങ്ങളും ഹാപ്പി.